ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ റമദാൻ 3 ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്നത്തെ വ്ളോഗാണ്. ഞാൻ ആദ്യം തന്നെ കുറേ വലിയ ഉള്ളി, അതുപോലെ ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഉള്ളികളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു 1.5 കിലോ ബീഫുണ്ട്. അതുപോലെ സമൂസക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു ചിക്കൻ, ഒരു 1/4 കിലോ ഉണ്ടാവുള്ളൂ, ആ ചിക്കനും എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി. ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടിയാണ്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് പേസ്റ്റാക്കി വെച്ചതാണ്. പിന്നെ കുറച്ച് വെല്ലുള്ളി ഞാൻ ചോപ്പ് ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് ഒരു കുക്കറിൽ ഇട്ട് കൊടുത്ത് അതിൽ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇത് സമൂസക്കും വേണ്ടിയിട്ടാണ്. സമൂസേൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തുകൊണ്ട് തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് വല്ലാതെ കാണിക്കുന്നില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കുക്കറൊന്നും മൂടി വേവിച്ചെടുക്കാം. ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. സമൂസക്കും അതുപോലെ ചീസി ബീഫ് ബോളിനൊക്കെ വേണ്ടിയിട്ട് ഒരുമിച്ചാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. ഒരുപാട് സമയമൊന്നുമില്ല. ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ് ഞാൻ ഈ പണികളൊക്കെ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. ഒരു കുക്കറിൽ ചിക്കൻ ഇട്ട് കൊടുത്ത് അത് വേവിക്കാൻ വെക്കുകയാണ്. ഇനി മറ്റേ കുക്കറിൽ ഞാൻ ബീഫ് അതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ബീഫ് ചീസി ബീഫ് ബോളാണ് കേട്ടോ. അപ്പോൾ ബീഫ് വേണ്ടേ, ഈ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള 1.5 കിലോ ബീഫിൽ തന്നെ ഞാൻ നല്ല ഇറച്ചി നോക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എല്ലോ ലിവറോ ഒന്നും ഇല്ലാത്ത നല്ല ബീഫ് നോക്കി ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാടൊന്നും ആവശ്യമില്ല, കുറച്ച് എടുക്കണുള്ളൂ. കാരണം മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുക്കുമ്പോഴേ സാധനം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് തോന്നിച്ചു. അപ്പോൾ കുറച്ച് തന്നെ മതിയാവും. അപ്പോൾ ഇന്ന് ഞാൻ സ്നാക്കായിട്ട് ഉണ്ടാക്കുന്നത് 2 എണ്ണമാണ് കേട്ടോ. ഒന്ന് സമൂസ, അത് ചിക്കൻ സമൂസ തന്നെയാണ്. പിന്നെ ചീസി ബീഫ് ബോളാണ്. ചീസ് ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ബീഫ് ബോളാണ്. നല്ല അടിപൊളി, നല്ല ടേസ്റ്റ് സാധനമാണ്. നോമ്പ് തുറന്നതിൻ്റെ ശേഷമാണ് ഞാൻ ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിച്ച് നോക്കിയതിൻ്റെ എക്സ്പീരിയൻസിൽ പറയണം, അടിപൊളി സാധനം കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടി. അപ്പോൾ ബീഫിക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബീഫ് അത്യാവശ്യം വേവ് ഉണ്ടാവുമല്ലോ, ചിക്കനെ പോലെ അല്ലല്ലോ. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കുക്കറൊന്ന് മൂടി വെച്ച് ഞാൻ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓരോന്നിൻ്റെ വലുപ്പത്തിനനുസരിച്ചും അതുപോലെ എനിക്ക് ഇനിയും ഒരുപാട് സാധനങ്ങൾ ഒരേ സമയത്ത് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാനിങ്ങനെ ഫ്ലെയിം മാറ്റി വെച്ചും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 കുക്കറും അവിടെ വിസിലടിക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യണത് ബീഫ് കറിയാണ് കേട്ടോ. ഈ ബാക്കിയുള്ള ബീഫ് ഉണ്ടല്ലോ, അത് കറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു കുക്കറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ കുക്കറൊന്ന് ചൂടാവട്ടെ. അപ്പോൾ കുക്കറൊക്കെ ചൂടായി. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ബീഫ് കറി ഉണ്ടാക്കണമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഉണ്ടാക്കണത് എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിക്കണേ. വ്ളോഗായിട്ട് എടുക്കണമല്ലോ, അപ്പോൾ എല്ലാം ഒന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ വലിയുള്ളി കട്ട് ചെയ്തപ്പോഴേ ചെറിയുള്ളി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാത്തിനും ഒരുപാട് പാത്രങ്ങൾ നിരത്തിയിട്ടൊക്കെ കഴുകി ഉണ്ടാക്കണ്ടേന്നുള്ള മടിയുണ്ട്. ഞാൻ മേലെ വെച്ചതാണ്. അപ്പോൾ കറിക്കാവുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മേലെ അങ്ങോട്ട് എടുത്ത് കൊടുത്തിട്ട് ബാക്കി സമൂസൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് കേട്ടോ. അല്ലെങ്കിലും ചീസി ബോളിന് വേണ്ടിയിട്ട് ഞാൻ വേറെ അവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ തന്നെ 2 പാത്രം കഴുകാനായില്ല. അപ്പോൾ ഇനി ഒരുപാട് പാത്രം കഴുകാനാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ചെറിയുള്ളി കട്ട് ചെയ്തതും വലിയുള്ളി കട്ട് ചെയ്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫ് കറിക്ക് വേണ്ടിയിട്ടാകുമ്പോഴേ ഒരുപാട് വയറ്റി കൊടുത്ത് ഇടങ്ങാറാവേണ്ട ആവശ്യമൊന്നുമില്ല. അതെങ്ങനെ ആയാലും ബീഫിന് തന്നെ ഒരുപാട് വേവുണ്ടല്ലോ. അപ്പോൾ മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് അതൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വെന്ത് കിട്ടും. അപ്പോൾ ഒരുപാടൊന്നും ഞാൻ വയറ്റുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിക്ക് വേണ്ടിയിട്ടുള്ള മൊത്തത്തിലുള്ള ഉപ്പാണ് കേട്ടോ ഇടുന്നത്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് വയറ്റി കിട്ടുമെന്നുള്ള ടിപ്സൊക്കെ എല്ലാവർക്കും അറിയണമല്ലേ. അപ്പോൾ ആ ടിപ്സുമായി അതുപോലെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആയി. അങ്ങനെ ഞാൻ ഒരുമിച്ച് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഒന്ന് വയറ്റി കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നേരിട്ട് ഇടുന്നതിനേക്കാളും ഒന്ന് പിച്ചി ഇടുമ്പോൾ അതിൻ്റെ സ്മെല്ല് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിട്ടാ. അങ്ങനെ ഒന്നും ചെയ്ത് നോക്കാത്തല്ലോ, ഒന്ന് ചെയ്ത് നോക്കിയാൽ ഈ കറിക്കൊരു പ്രത്യേക ഫ്ലേവർ തന്നെ ഉണ്ടാവും. ഞാനിത് ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ പോയി ഞാനവിടെ തക്കാളി കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ പണികളൊക്കെ വേറെയും ചെയ്യുന്നുണ്ട്. എന്നാൽ വീട്ടമ്മമാർ ഇങ്ങനെ തന്നെയാണല്ലോ, ഒരു പണീൻ്റെ മുട്ടിൽ അങ്ങനെ ഇരിക്കൊന്നുമില്ലല്ലോ, പല പണികളും എടുക്കൂലേ. അപ്പം ഞാൻ അതുപോലെ അത് ചെയ്യാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു എളുപ്പപ്പണിയായിട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. 3 റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടി ചതക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ബീഫ് കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് എടുക്കുകയാണ്. ഇനി 2 ഐറ്റംസിനും കൂടി ഞാൻ അതിൽ ബാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് കറിക്കാവുമ്പോൾ പച്ചമുളക് അതിലുണ്ട്, പക്ഷേ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് കറി ആകുമ്പോൾ അതൊക്കെ കുറച്ച് കൂടുതൽ വേണമല്ലോ, അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ബോട്ടിൽ ഞാൻ ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ചെറിയ മോനുള്ളതുകൊണ്ട് തന്നെ എന്നെക്കൂടെ ഇപ്പോൾ ഒരുപാട് വെളുത്തുള്ളി ഇഞ്ചി ഒന്നും അങ്ങനെ പേസ്റ്റാക്കി വെക്കാൻ വയ്യ. ഞാൻ നോമ്പിൻ്റെ മുന്നായിട്ട് അതൊക്കെ പേസ്റ്റാക്കി ഫ്രീസ് ചെയ്ത് വെക്കണം, വീഡിയോ ഒക്കെ ഇടണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല, വിചാരിച്ച പോലെ ഒന്നും ആയില്ല. അപ്പോൾ ഞാൻ ഇത് റെഡിമെയ്ഡ് വാങ്ങിച്ചാണ് കേട്ടോ.
ഇത് ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്, ഒരുപാട് കാലം വെക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ അതിനനുസരിച്ച് ഉണ്ടാവും. എന്നാലും ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ തക്കാളിയും ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് പച്ചമുളക് യൂസ് ചെയ്യലില്ല, കാരണം എൻ്റെ മക്കളെ ഭാഗത്തുള്ള ഈ ഒരു പച്ചമുളക് ഇട്ടത്. നേരത്തെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതക്കിയത് ഇട്ടയിലും ഉണ്ടല്ലോ പച്ചമുളക്, അപ്പോൾ രണ്ടും കൂടെ എരിവ് പാകമായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ എരിവിന് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ അടുത്തായിട്ട് മസാല ഇടുക തന്നെയാണ്. ആ മസാല എന്ന് പറയുന്നത്, ഞാൻ മസാല ഇടുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വാരിയിട്ടായിട്ട് തോന്നും കേട്ടോ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ബീഫ് കറി ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ട് അളവൊന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂണേ ഇട്ടിട്ടുള്ളൂ. മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഇടുന്നത് മല്ലിപ്പൊടിയാണ്, എന്നാലേ എനിക്ക് ആ ബീഫ് കറിക്ക് ഒരു തിക്നെസ് ഒക്കെ തോന്നിക്കുള്ളൂ കേട്ടോ. അപ്പം 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ബീഫ് മസാല ഉണ്ടല്ലോ, ഞാൻ മുളക് പൊടി കുറച്ചതിൻ്റെ കാരണം ബീഫ് മസാല കുറച്ച് ഏറെ ഇടും. ചിക്കൻ കറി ആണെങ്കിൽ അതുപോലെ ചിക്കൻ മസാല കൂടുതലിടും, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ബീഫ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ടിട്ടുള്ളത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഞാൻ ഒന്നുകിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ഫസ്റ്റിൽ തന്നെ പെരിഞ്ജീരകം ഇട്ട് പൊട്ടിച്ച് കൊടുക്കും, അതും അല്ലെങ്കിൽ ഇതുപോലെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് മസാല ഒക്കെ ഒന്ന് മൂപ്പിക്കട്ടെ. ഒരുപാട് സമയം മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഇളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി വിടുന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് കേക്ക് വാരി വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു 1.25 കിലോ ബീഫ് ഉണ്ടാവും. ഒരു 1/4 കിലോ പോലെ ഞാൻ അതിലെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ 1.25 കിലോ ബീഫ് ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ മസാലയൊക്കെ മതിയാവും. ഗരം മസാലയും കുരുമുളക് പൊടിയും ഞാൻ അളവ് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, ഇല്ലെങ്കിൽ ഒന്നും കൂടെ പറയണേ. ഗരം മസാലയും കുരുമുളക് പൊടിയും ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ചപ്പും കൂടി ഇടുന്നുണ്ട്. ഞാൻ എന്ത് റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിലും ലാസ്റ്റാണ് ചപ്പ് ഇടുക കേട്ടോ. പിന്നെ ഞാൻ ചപ്പിട്ടതിൻ്റെ കൂടെ ഇട്ടിട്ടുള്ളത് കസൂരി മേത്തിയാണ് കേട്ടോ. കസൂരി മേത്തി എന്ന് കേട്ട് സാധാരണക്കാരൊന്നും ഓടേണ്ട ആവശ്യമില്ല. കസൂരി മേത്തിക്ക് വലിയ റേറ്റും ഇല്ല, അതുപോലെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ചെറിയ ബോക്സൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കസൂരി മേത്തി ഇട്ട ഒരു പ്രത്യേക ഫ്ലേവറാണ്, ഏത് കറി കിട്ടാലും നല്ല ഫ്ലേവറാണ്. അപ്പോൾ ഈ ബീഫിൽ ഉലുവ ഇടുന്നവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർ ഒരു തവണ ഉണ്ടാക്കുമ്പോൾ ഉലുവ ഒഴിവാക്കിയിട്ട് ഈ കസൂരി മേത്തി ഒന്ന് ഇട്ട് നോക്കേണ്ടി. കാരണം ഉലുവച്ചീരയാണ് ഈ ശരിക്കും പറഞ്ഞാൽ കസൂരി മേത്തി. ഉലുവൻ്റെ ഇലല്ലേ, ഇല ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഉലുവൻ്റെ ടേസ്റ്റ് അല്ല, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ കുക്കറിൻ്റെ അപ്പുറത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചത് ഈ ബീഫ് കറിക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള കേട്ടോ. ഏത് കറി ഉണ്ടാക്കുമ്പോഴും വെള്ളം ഒഴിക്കുന്നത് നല്ല തിളച്ച വെള്ളം ആയാൽ മസാല ഒന്നും വേറിടാതെ നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ തിളച്ച വെള്ളം തന്നെ എല്ലാവരും വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആ കുക്കറൊന്ന് മൂടി വെച്ച് വിസിലടുപ്പിക്കാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ നേരത്തെ ചിക്കൻ വെച്ചിരുന്നല്ലോ, അത് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിക്കനൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കുക. ഞാൻ വേഗം പണി കഴിയാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ അപ്പം തന്നെ ചൂടോടെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ കൈ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ പൊട്ടാറ്റോ ഒക്കെ സ്മാഷ് ചെയ്യണ ഈ സാധനം ഉണ്ടല്ലോ, ഇതും കൊണ്ട് ഒന്ന് ഇടിച്ചു നോക്കി. പക്ഷെ പരിപാടിയൊന്നും നടന്നില്ല. ചൂട് കൈമത്തൊട്ടും വിചാരിച്ച് ചെയ്താണ്. ഒരു പകുതിയിൽ കൂടുതലേ അതോട്ട് പറ്റിയിട്ടുള്ളൂ. പിന്നെ ഞാൻ കൈ കൊണ്ട് തന്നെ മൊത്തം പിച്ചെടുത്ത്, അതുകൊണ്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല. ചിക്കനും ബീഫൊക്കെ അപ്പോൾ അവിടെ വെന്ത് കിട്ടിയിരുന്നു കേട്ടോ. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോണത് ചീസി ബീഫ് ബോളാണ് കേട്ടോ. പേര് പറയാൻ കുറച്ച് റിസ്ക് ഉണ്ട്, നല്ല നാവ് മേടിച്ചാലേ പറയാൻ കിട്ടുള്ളൂ. ചീസി ബീഫ് ബോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കി അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്, വെളിച്ചെണ്ണ അല്ല. അപ്പോൾ 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെല്ലുവിളിയാണ് ചേർത്തത്. സ്ലൈസ് ചെയ്തത് ചേർക്കരുത്, കാരണം സ്ലൈസ് ചെയ്ത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടെടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ കറിക്ക് വേണ്ടിയിട്ടൊന്നും വല്ലാതെ വഴറ്റിയിട്ടില്ലല്ലോ, പക്ഷേ ഇതിന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കണം എന്നില്ല, മൂടി വെച്ചിക്കാണ്ട് നമുക്ക് നല്ലോണം വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇത് പരത്തിയെടുക്കാനും ഉരുട്ടിയെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ ഉള്ളി കുറേയൊക്കെ വഴറ്റി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഉള്ളേ, അതൊരു 2 ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് തന്നെ ആയിട്ടുണ്ടാവും. ഇനി കുരുമുളക് പൊടി അതിൽ മസാലയായിട്ട് യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ വേറെ ഇട്ടിട്ടില്ല, ഈ ചതക്കിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കി കൊടുത്താൽ അതിൻ്റെ അകത്തുനിന്ന് പച്ചമുളക് കടിക്കണവർക്ക് നല്ല ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുപോലെ ചതക്കിയിട്ടാകുമ്പോൾ അത് പ്രത്യേകിച്ച് അറിയില്ലല്ലോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ബീഫ് ഉണ്ടല്ലോ, അത് ഞാൻ വെന്തതൊന്ന് പാത്രത്തിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം നമ്മളെ മിക്സിൻ്റെ ചട്നി ജാർ എടുത്ത് അതിലൊന്ന് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത്
മിൻസ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ബീഫ് മതിയാവും, അതന്നെ ഒരുപാട് ക്വാണ്ടിറ്റി തോന്നിച്ചു കിട്ടാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് മസാലയായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. നമ്മളിങ്ങനെ ഇത് ലോ ഫ്ലെയിമിലിട്ട് മൂടി വേവിക്കണോണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിരുന്നു കേട്ടോ. എന്നാലേ നമുക്കത് ഉരുട്ടിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടില്ലാതിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ മസാലയായിട്ട് കുരുമുളക് പൊടിയും ഗരം മസാലയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മസാലയുടെ അളവ് കൃത്യമായിട്ട് പറഞ്ഞു തരണമെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം ഒരുപോലെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് നേരത്തെ മിക്സിൻ്റെ ജാറിലൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, ഇതിട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ല ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. അങ്ങനെ പൾസ് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ നമുക്ക് സാധനം ബോൾസ് ആക്കി എടുക്കാനും നല്ല സുഖമാണ്. അതുപോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ ബീഫ് കടിച്ചാലും കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ബാക്കി പ്രോസസ്സ് എന്ന് പറയുന്നത് ഉരുട്ടിയെടുക്കലാണ് കേട്ടോ. അതിന് ഈ ചൂടോടെ തന്നെ പരിപാടി നടക്കില്ല. നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി കൊടുത്ത് ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലേവറൊക്കെ അതിലൊന്ന് കിടന്ന് എല്ലാ ഭാഗത്തും എത്തിക്കോട്ടെ. ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ബീഫ് ഇല്ലെങ്കിൽ ചിക്കൻ ആയാലും മതി, പക്ഷേ ബീഫാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇനി ചപ്പും ബാക്കി മസാലയും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ട് ചൂടാറാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതവിടെ ഇരുന്ന് ചൂടാറിക്കോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് സമൂസക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കടായി വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൂടുതലും വെളിച്ചെണ്ണയാണ് കേട്ടോ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യണത്, അതുകൊണ്ട് ഒഴിക്കണം. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും മതിയാവും. അപ്പോൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള വെല്ലുള്ളി നമുക്ക് അതിലൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സമൂസ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ ഇത് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമൂസക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലായാലും മറ്റേതിലായാലൊക്കെ ഉള്ളിൽ നമ്മൾ ഉപ്പ് ഇടുന്ന സമയത്ത് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇറച്ചി നമ്മൾ വേവിക്കുന്ന സമയത്ത് ചിക്കനായാലും ബീഫായാലും ഉപ്പിട്ട് കൊടുത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഉപ്പ് ഇതിലിടാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടെ. ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിരുന്നു എൻ്റെ മക്കൾക്ക് ഇതിലെ ഉള്ളി നല്ല വഴറ്റി കിട്ടണം, അല്ലെങ്കിൽ വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല വഴറ്റി എടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകുള്ള ചതക്കിയതുണ്ടല്ലോ, അത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാനില്ല, അപ്പോൾ മുഴുവൻ ഇതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും പെരുംജീരകവും, വലിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ചിക്കൻ മസാലയും കൂടെ ഇടലുണ്ട് കേട്ടോ. പക്ഷേ ചിക്കൻ മസാല കയ്യെത്തുന്നിടത്തൊന്നുമില്ല. അപ്പോൾ ഞാനത് എടുക്കാൻ പോകാമെന്ന് വെച്ചാൽ എൻ്റെ ക്യാമറാമാനോനുണ്ടല്ലോ, ക്യാമറാമാനോൻ എൻ്റെ മൂത്ത മോനാണ് കേട്ടോ. അപ്പോൾ ഓന് എന്നോട് ചൂടാവാണ്. കാരണം നോമ്പ് തലക്ക് പിടിച്ചിട്ടുണ്ട്. അത് പറയണ കയ്യെത്തുന്നിടത്ത് എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്താൽ പോരെ, എന്തിനാണ് ഇത് ഇടയ്ക്ക് ഓരോന്ന് എടുക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് തൽക്കാലം ഞാൻ അതിൽ ചിക്കൻ മസാല ഇട്ടിട്ടില്ല. ഇനി ഞാൻ പിച്ചി വെച്ചിട്ടുള്ള നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ, അത് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ ലാസ്റ്റായിട്ട് ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിലൊന്ന് ഇളക്കിയെടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഞാനൊന്ന് ഫ്ലെയിം ഓഫാക്കി വെച്ച് അതും ഇനി അവിടെ ഇരുന്ന് ചൂടാറട്ടെ. ഒരുപാട് ചൂടാറേണ്ട ആവശ്യമില്ല. സമൂസക്ക് പൊതിയാനായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാം. പക്ഷെ ഞാൻ ആദ്യം ചെയ്യാൻ കണ്ടിട്ടുള്ളത് ചീസി ബീഫ് ബോളിലാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മസാല എടുത്ത് പരിപാടി തുടങ്ങുകയാണ്. അത് നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. 2 കയ്യിലും എണ്ണ തടവിയിട്ടാണ് ഞാനിതൊരു ബോളാക്കി എടുക്കുന്നത്. ഇനി കയ്യിൽ ഒട്ടി പിടിക്കേണ്ട വിചാരിച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ബോൾസിൻ്റെ വലിപ്പം നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചെയ്യുക. ഞാൻ എപ്പോഴും വലിയ ബോളാക്കാനാണ് പ്രിഫർ ചെയ്യുക. കാരണം എനിക്ക് പെട്ടെന്ന് പൊരിച്ചെടുത്താലും എൻ്റെ പരിപാടി ചെയ്യും. അതുകൊണ്ട് ഞാൻ വലിയതാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഗ്രേറ്റ് ചെയ്ത് കൊണ്ടാണ് ചീസ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഓരോ വലിയ കഷ്ണങ്ങളാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. മൊസറല്ല ചീസ് ഉണ്ടല്ലോ നമ്മൾ പിസ്സയൊക്കെ ഉണ്ടാക്കുന്നത്, ആ ചീസാണ്. ഇനി അതില്ലെങ്കിൽ ആ സ്ലൈസ് ആയിട്ടുള്ള ചീസായാലും മതി. എന്തെങ്കിലും ഒന്ന് ഉള്ളിൽ ഇട്ട് കൊടുക്കുക ഫില്ലിംഗ് ആയിട്ട്. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഉരുട്ടിയെടുക്കുക. ഉള്ളിൽ വെച്ചിട്ട് അതുപോലെ പൊതിയാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ കയ്യിലിട്ട് ഇങ്ങനെ ഉരുട്ടിയാൽ മതി, അപ്പോൾ ഉള്ളിലായിക്കോളും. ആ ബോൾ ഇനി നമ്മൾ മൈദയും വെള്ളം കൂടി മിക്സാക്കി വെച്ചിട്ടുള്ള ഒരു മാവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ലൂസാകാതെ കുറച്ച് തിക്കായിട്ടുള്ളൊരു മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മുക്കിയിട്ട് നമ്മൾ റസ്ക് പൊടി അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചിട്ടുള്ള അതിലിട്ട് കൊടുക്കുക. അതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ഉരുട്ടി കൊടുത്തതിന് ശേഷം സംഭവം റെഡി. അതവിടെ വെക്കുക. ഇനി ഞാൻ എല്ലാം ഉണ്ടാക്കി എടുത്തതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം ഞാൻ ഉള്ളിൽ ചീസ് ഫില്ല് ചെയ്ത് കൊണ്ട് ഇതുപോലെ എല്ലാ ബോൾസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൈദൻ്റെ മാവിൽ മുക്കിയിട്ട് അത് ബ്രെഡ് പൊടിയിൽ തട്ടിയൊക്കെ എടുക്കുക.
ഇനി ഓരോന്നും ഞാൻ റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. ഇത് ഒരുപാട് റിസ്ക് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും, കാരണം ഇതിലൊരു വെറൈറ്റിയാണ്. ഇത് കഴിക്കുന്ന സമയത്തുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ആ ചീസ് വെച്ചുകൊണ്ട് തന്നെ അതിങ്ങനെ കടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ആ ചീസ് ഇങ്ങനെ വലിഞ്ഞു വരും, ഈ പിസ്സ ഒക്കെ കഴിക്കണ പോലെ. അപ്പോൾ അത് ഭയങ്കര രസമാകും കുട്ടികൾക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ഈ ബോൾ മൊത്തം റെഡിയാക്കി എടുക്കുകയാണ്. ഞാൻ വലിയ വലിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു 11 ബോളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് വെറും 1/4 കിലോ ബീഫേ എടുത്തിട്ടുള്ളൂ. അതുപോലെ ഒരു 4 മീഡിയം സൈസ് വല്യുള്ളിയാണ് ഞാൻ ആ ചോപ്പ് ചെയ്തെടുത്തത്. അതുപോലെ ഒരു തക്കാളി. അത്ര സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ട് ഇത്രയും ബോൾസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 11 ഒരു അത്യാവശ്യം സൈസ് ഉള്ളതാണ് കേട്ടോ. ഇത് ചെറിയ ബോൾസ് ആക്കുകയാണെങ്കിൽ കുറേ എണ്ണം കിട്ടും കേട്ടോ. ഒരു 10-20 ആക്കാൻ പറ്റിയ കാരണം. അപ്പോൾ ഞാൻ ഒരു പാന് വെച്ച് ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടായ സമയത്ത് നമുക്കിത് ഓരോന്നും ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 4 വീതമാണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി പെട്ടെന്ന് പൊടിയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 4 ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ചൊരു സമയം കഴിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇട്ട പാടെ നമ്മൾ ഇളക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആ ബോൾസൊക്കെ ഇവിടെ തവിടുപൊടിയാവും. അതുകൊണ്ട് അത് ചെയ്യരുത്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് സൂക്ഷിച്ച് അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. മുകൾ ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിത് വേവിക്കുന്ന സമയത്ത് നല്ല സൂക്ഷിച്ച് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ ഫ്ലെയിം ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ലോ ഫ്ലെയിം വെക്കേണ്ട കാര്യമില്ല, കാരണം ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ വെന്തിട്ടുള്ളതാണല്ലോ. മേലത്തെ ഒരു കോട്ടിങ് മാത്രമേ വേവാനുള്ളൂ. അപ്പോൾ നല്ല ഫ്ലെയിമും പറ്റ കൂടിയും തോന്നുന്ന സമയത്ത് ഒന്ന് മീഡിയം ആക്കി കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കോരിയെടുക്കാം. ഇത് കോരിയെടുക്കുന്ന സമയത്ത് ബോൾസിനൊന്നും എണ്ണയിൽ നിന്ന് പോരാൻ വലിയ താല്പര്യമില്ല തോന്നുന്നുണ്ട്, അങ്ങോട്ട് തന്നെ ചാടിയിരുന്നു. പിന്നെ ഞാൻ ഒരുവിധം തട്ടിപ്പൊറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസ് കണ്ടിട്ട് മനസ്സിലാവണില്ലേ, ക്രിക്കറ്റ് ബോളിൻ്റെ അത്രയും ഉണ്ട്, ഏകദേശം അത്രയും വലുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി 4 കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ശേഷം ബാക്കി 3 കൂടെ ഉണ്ട്. മൊത്തം 11 ബോളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ, നിങ്ങൾക്ക് യൂട്യൂബ് സജസ്റ്റ് ചെയ്ത് തന്നുകൊണ്ടൊക്കെയാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കട്ടെ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ. എന്നിട്ട് പോയിട്ടൊന്ന് ലൈക്ക് ഇട്ട് കൊടുക്കുക. ആ ലൈക്ക് ഇടുമ്പോൾ താഴെ ഒരു ഹൈപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അന്നേരം ഒന്ന് ഹൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നാൽ കുറച്ച് പോയിൻറ്റ്സ് ഏറെ കിട്ടും. അത് നമുക്ക് കുറച്ച് ഉപകാരപ്പെടുന്ന സംഭവമാണേ. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബീഫ് കറി ഉണ്ടല്ലോ, അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. നല്ല അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, അടിപൊളി ടേസ്റ്റാണ്. മക്കളൊക്കെ തിന്നിട്ട് നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബീഫ് കറിയൊക്കെ ഇവിടെ റെഡിയായി. ഇനി നമുക്കതവിടെ മൂടി വെച്ചതിന് ശേഷം ബാക്കി പരിപാടി നോക്കാം. ഇനി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചീസി ബോൾ ഉണ്ടല്ലോ, ചീസി ബീഫ് ബോൾ, അതൊന്ന് മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാണ് കേട്ടോ. മക്കൾ നോമ്പില്ലാത്ത ചെറിയ മക്കൾ ഇവിടെ ഉണ്ട്. അപ്പം പൊളിച്ചാലും അത് അവർ കഴിച്ചോളുമല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്ന് പൊളിച്ച് കാണിച്ചു തരാണ്. ഇപ്പം ഇത് കണ്ടില്ലേ, ഉള്ളിലുള്ള ചീസ് നല്ല വലിഞ്ഞു വരും, ഭയങ്കര ടേസ്റ്റ് കൂട്ടാം. ഞാൻ അത്രയും ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി വെച്ചൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ സമൂസ റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ അന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറാക്കി കാണിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഈ ഷീറ്റൊക്കെ മടക്കി എടുക്കുന്നത് എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ. ഞാൻ പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാണ്. അപ്പോൾ എങ്ങനെ മടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഞാൻ പറയണില്ല, ഞാൻ വേഗം അങ്ങോട്ട് മടക്കിയെടുക്കുന്നത്. ഇത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ നല്ല സ്പീഡിൽ ചെയ്യാൻ കഴിയും. എനിക്ക് അത്ര സ്പീഡിൽ ചെയ്യാൻ കഴിയുമെന്നൊന്നും ഞാൻ പറയണില്ല. ഞാൻ ഒന്നേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ കാണിക്കാത്തതിൻ്റെ കാരണം വീഡിയോ ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ട് മാത്രമല്ല, എൻ്റെ ക്യാമറാമാനും കൂടെയാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. ഓന് നന്നായിട്ട് സ്പീഡിൽ പൊതിയാനറിയാട്ടാ. അപ്പോൾ ഓനാണ് ഭൂരിപക്ഷം സമൂസയൊക്കെ പൊതിഞ്ഞെടുത്തിട്ടുള്ളത്. സമൂസ പൊതിഞ്ഞതിന് ശേഷം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ്, കാരണം ഇത് ചൂടോടെ തിന്നണതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് നോമ്പ് തുറക്കണതിന് തൊട്ട് മുന്നേ റെഡിയാക്കുള്ളൂ. ആ സമയത്ത് ഞാൻ എണ്ണ ചൂടാക്കി സമൂസ ഓരോന്നും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ പൊട്ടിത്തെറിയൊക്കെ കുറച്ചുണ്ടാവും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, ഉണ്ടാക്കിയ പാട് പൊരിച്ചെടുക്കാമല്ലോ. ഞാനത് ചൂടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഞാൻ ഒരു ചിലപ്പോൾ 6 അല്ലെങ്കിൽ 7 ഒക്കെ ഇട്ടിട്ട് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കലുണ്ട്. ഇപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഏകദേശം സമയമായിട്ടുണ്ട്. അപ്പോൾ വേഗം ചെയ്യണം. ഇനി ഫ്രൂട്ടും കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. സമൂസ 2-3 ട്രിപ്പ് പൊരിച്ചെടുക്കാനുള്ളതുണ്ട്. സമൂസ ഒക്കെ മക്കൾക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കലുണ്ട് കേട്ടോ. എല്ലാ നോമ്പിനും സമൂസ ഒരുപാട് ഉണ്ടാക്കും. സമൂസ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ചീസി ബീഫ് ബോൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് പിന്നെ ബീഫ് കയ്യിലുള്ള സമയത്തല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാനത് വല്ലാതെ ഉണ്ടാക്കാറില്ല. അപ്പോൾ സമൂസയും എല്ലാം ഓരോ തവണയായിട്ട് പൊരിച്ചെടുത്ത് ഒന്ന് കോരി മാറ്റാം. ഞാൻ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ സ്റ്റീലിൻ്റെ ചട്ടകമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ സ്ക്രാച്ച് വീഴുമെന്ന് വിചാരിച്ചിട്ട് ഈ മരത്തിൻ്റെ ചട്ടകം കൊണ്ട് എടുക്കാനായിട്ട് മെനക്കെട്ട് എടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങോട്ട് തന്നെ വീണതും പിന്നെ ഇങ്ങോട്ട് തന്നെ പിടിച്ച് കയറ്റുന്നതൊക്കെ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം.
ഇനിയും 2-3 തവണ ആയിട്ടൊക്കെ ഞാൻ പൊരിച്ചെടുക്കുകയാണ്. ഈ സമയം കൊണ്ട് തന്നെ ഞാൻ ഫ്രൂട്ടൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഈ സമൂസ ഒന്ന് പൊരിച്ചെടുക്കലും അതുപോലെ ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്യലും അതൊക്കെയാണ് ഇനിയുള്ള അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് റെഡിയായി. ഇനി ഒരു ട്രിപ്പും കൂടെ പൊരിച്ചെടുക്കാണ്ട് അതും കൂടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചൂടായ എണ്ണ നമുക്ക് ഇവിടെ നിന്ന് മാറ്റി വെക്കാം, അല്ലെങ്കിൽ മക്കളൊക്കെ മേത്തേക്ക് വലിച്ചിടും. ഇങ്ങനത്തെ എത്രയും നല്ല അടിപൊളി സ്നാക്കുകളൊക്കെ കാണുമ്പോഴേ ഒരു കാണാതെ വന്ന് നോക്കും എടുക്കാൻ. ആ സമയത്ത് തിളച്ച എണ്ണ മേത്താവരുതല്ല. അപ്പോൾ ഒരുപാട് സമൂസയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി വത്തക്കയാണ്. വത്തക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതും ഇതുപോലെ എൻ്റെ മോൻ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ മാറിക്കൊടുത്തു. എന്നിട്ട് അവന് അത് സ്ലൈസാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാങ്ങയും അതുപോലെ കുറച്ച് മുന്തിരിയും രണ്ടും ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പം മാങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മാങ്ങ സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ അത്ര മധുരമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വാങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ മൂന്നാമത്തെ മോന് മാങ്ങ എന്ന് വെച്ചാൽ ജീവനാണ്, അതുകൊണ്ട് ഞാൻ മാങ്ങ കണ്ടപ്പോൾ വാങ്ങിയെന്നുള്ളൂ. അല്ലാതെ ഇത് സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ വലിയ മധുരമൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ 3-4 മാങ്ങ ഉണ്ടായിരുന്നു. ചെറിയതാണ് കേട്ടോ, വലിയതൊന്നുമല്ല. അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മുന്തിരി മാങ്ങയൊക്കെ ഞാൻ നേരത്തെ സുർക്കിയിൽ വിനാഗിരി ഇല്ലേ അതിലിട്ട് വെച്ചതായിരുന്നു. പിന്നെ നന്നായിട്ട് കേക്കെടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ മുന്തിരിയും കൂടെ ഞാൻ ആ പാത്രത്തിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മൾ ഐറ്റംസൊക്കെ ഏകദേശം പുറത്ത് റെഡി ആയിട്ടുണ്ട്. കാരണം ബാങ്ക് കൊടുക്കാനായല്ലോ. ഇനി 5 മിനിറ്റായിട്ട് ഉള്ളായിരുന്നു ബാങ്കിന്. അപ്പോൾ എടുപിടിന്ന് ചെയ്യാണ് പിന്നെ ഉള്ളതൊക്കെ. അപ്പോൾ ഈ മുന്തിരിയും കൂടി ആ പാത്രത്തിൻ്റെ സൈഡിൽ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ജ്യൂസായിട്ട് ഞാൻ 2 ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് നോമ്പിൻ്റെ തലേന്ന് സൂപ്പർ മാർക്കറ്റ് പോയ സമയത്ത് അവിടെ കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ്. ഇളനീരിൻ്റെ പൾപ്പ് ഉണ്ടല്ലോ, കോക്കനട്ട് പൾപ്പ്, ടെൻഡർ കോക്കനട്ട് പൾപ്പ്, അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇളനീർ ജ്യൂസാണ്. പിന്നെ ഓറഞ്ച് ജ്യൂസും, 2 ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ജ്യൂസും ഇവിടെ ഒഴിച്ച് വെച്ചു. അപ്പോൾ ഇന്നത്തെ ഐറ്റംസൊക്കെ എല്ലാം കൂടെ ഒന്ന് കാണാം. മാങ്ങ, മുന്തിരി, ബത്തക്ക, ആപ്പിള്, ബുർത്തുക്കാല്, സമൂസ, അതുപോലെ ചീസി ബീഫ് ബോള്, പിന്നെ ചായക്കടിയായിട്ട് ഞാൻ നെയ്സ് പത്തിരി അതുപോലെ ചപ്പാത്തി. ആ 2 ചപ്പാത്തി കമ്പനിയിൽ നിന്ന് എൻ്റെ മോനെ വിട്ട് വാങ്ങിപ്പിച്ചതാണ്. അതിനും കൂടെ ടൈം കിട്ടിയില്ല. പിന്നെ നമ്മളെ അടിപൊളി ബീഫ് കറിയും കൂടി ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക, ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.